മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും? ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമോ? ഇങ്ങനെയുള്ള പല ആശങ്കകളുണ്ട്. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ പക്ഷേ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ബി.ജെ.പി. എം.എൽ.എമാർക്കിടയിൽ സമവായമാവാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനകളുമുണ്ട്. സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്ന മണിപ്പൂരിന്റെ ചുമതലയുള്ള സംപീത് പാത്ര എം.എൽ.എമാരുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് ഗവർണർ രാഷ്ട്രപതിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും റിപ്പോർട്ട് ഉടൻ കൈമാറും. ഒരു ഭാഗത്ത് കുക്കി വിഭാഗക്കാരായ ബി.ജെ.പി. എം.എൽ.എമാർ, മറുഭാഗത്ത് ബിരേൻ സിംഗ് അനുകൂലികളായ മെയ്തേ സംഘടനകൾ. ഇരു കൂട്ടർക്കും യോജിക്കാൻ കഴിയുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തെ കണ്ടെത്താൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനായിട്ടില്ല. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ബി.ജെ.പി. എം.എൽ.എമാരെ ഡൽഹിയിൽ വിളിപ്പിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായം കണ്ടെത്താനായില്ല. മെയ്തേ സംഘടനകളെ പിണക്കാനും ബി.ജെ.പി. തയ്യാറല്ല. തൽക്കാലം മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് തുടരും. ബി.ജെ.പിയിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സംപീത് പത്ര മണിപ്പൂർ ഗവർണറെ കണ്ട് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞു മടങ്ങിയ ശേഷമാവും അന്തിമ തീരുമാനം. രാഷ്ട്രപതി ഭരണത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന ആശയത്തിനാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ മുൻതൂക്കം. കോൺഗ്രസ് അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് കുക്കി വിഭാഗക്കാരായ ബി.ജെ.പി. എം.എൽ.എമാർ ഭീഷണി മുഴക്കിയതിനെ തുടർന്നായിരുന്നു ബിരേൻ സിംഗിനോട് രാജിവെക്കാൻ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.